സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഇടുക്കി ജില്ലയിലെ സമാപനത്തിൽ വേടന്റെ പരിപാടി നടത്താൻ തീരുമാനം. മുൻപ് റാപ്പ് ഗായകൻ വേടന്റെ പരിപാടി വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, വേടനോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത സമീപനം ശരിയായില്ലെന്ന് വനം വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം തന്നെ പറഞ്ഞ പശ്ചാത്തലം കൂടി കാണേണ്ടതുണ്ട് ഇപ്പോൾ ഈ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെടുത്തി. തീർച്ചയായിട്ടും സിജു, ധാരാളം ആരാധകരുള്ള ഒരു കലാകാരനാണ് വേടൻ. ആ വേടനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ ഇടുക്കി ജില്ലയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 മണിക്ക് ഇത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മീറ്റിംഗ് ആരംഭിക്കും എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനുമായി സംസാരിച്ചിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത് വേടന് അവസരം കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു തീരുമാനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന മീറ്റിംഗിൽ നാളെ നടക്കുന്ന സമാപനത്തിൽ, അതായത് സർക്കാർ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എൻ്റെ കേരളം പരിപാടി, അതിൻ്റെ ഇടുക്കി വാഴത്തോപ്പിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ സമാപനം നാളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ് വേടൻ്റെ ഈ റാപ്പ് ഷോ നടത്താൻ തീരുമാനിച്ചത്. നേരത്തെ തീരുമാനിച്ചായിരുന്നു വേടൻ, പക്ഷേ ഈ കഞ്ചാവ് കേസിലും അതുപോലെ തന്നെ മറ്റ് പുലിപ്പല്ല് വിവാദത്തിലുമൊക്കെ പെട്ടതിനെ തുടർന്നാണ് അന്ന് ഈ പരിപാടി മാറ്റിവെക്കുന്നൊരു സാഹചര്യമുണ്ടായത്. ഏതായാലും ധാരാളം യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വേടനെ സംബന്ധിച്ച വേടൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, എനിക്ക് ഈ മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയുമെല്ലാം എൻ്റെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുർമാതൃക ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ താൻ തയ്യാറാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വളരെയേറെ യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് വേടൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വേടൻ്റെ ഒരു പരിപാടി മുമ്പോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള തൻ്റെ ദുശ്ശീലങ്ങൾ തിരുത്താൻ, ചേട്ടൻ നല്ല രീതിയിൽ ഒരു തിരുത്തുന്ന ആളായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തിന് സംസാരം അവസാനിപ്പിച്ചത്. അപ്പോൾ അതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാവണം ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് വേടൻ്റെ പരിപാടി ക്ഷണിക്കാൻ ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടവും മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തീരുമാനമെടുക്കാൻ പോകുന്നത്. സിജു, ശരിക്കും ജോസിൽ പറഞ്ഞ പോലെ തന്നെയാണ്, പക്വമായൊരു തീരുമാനമാണ്. താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് തെറ്റാണ്, തന്നെ അനുകരിച്ച് ആരും ഈ മേഖലയിലേക്ക് വരരുത്, തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന വേടൻ്റെ, അതോടൊപ്പം തന്നെ വേടൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അതിന് വലിയ തരത്തിലുള്ള പിന്തുണ സമൂഹത്തിന് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ തുറകളിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സിജു, കാരണം അടിച്ചമർത്തപ്പെട്ടവൻ്റെ ദളിതൻ്റെ രാഷ്ട്രീയം തൻ്റെ പാട്ടുകളിലൂടെ, റാപ്പ് സോങ്ങുകളിലൂടെ മുമ്പോട്ട് വയ്ക്കുന്ന ഗായകനാണ് ഈ വേടൻ എന്ന് പറയുന്നത്. വേടൻ ഉയർത്തുന്ന, ഇപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം നടക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയാണ് വേടൻ്റെ പാട്ടുകളിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. ആ രാഷ്ട്രീയത്തെ കൃത്യമായി യുവജനങ്ങൾ ഏറ്റെടുക്കുന്നു. വെറും ഒരു പരിപാടിക്ക്, ഒരു ഗാനമേള ചടങ്ങിൽ വന്ന് തുള്ളുക മാത്രമല്ല, അതിനൊപ്പം തന്നെ അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെയും കൂടി യുവാക്കൾക്കിടയിലേക്ക്, അത് പാടിപ്പാടി ആളുകൾ നടക്കുമ്പോൾ അത് ആ രാഷ്ട്രീയം യുവാക്കൾക്കിടയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പലരെയും ചൊടിപ്പിക്കുന്നത്. ആ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് വേടൻ്റെ ഓരോ പാട്ടും. വേടൻ കൊണ്ടുവരുന്ന പ്രണയ റാപ്പ് സോങ്ങുകളിൽ പോലും രാഷ്ട്രീയം ഉണ്ട്. ഈ തൊട്ടടുത്ത ദിവസം റിലീസായ ഗാനത്തിലടക്കം ആ ഒരു രാഷ്ട്രീയം പ്രണയഗാനമാണ് എന്ന്, തൻ്റെ പ്രണയിനിയെ ഓർത്താണ് ഇത്തരത്തിലൊരു ഗാനം എഴുതിയത് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തും കൃത്യമായ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേടൻ ഒരു സമകാലികമായി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത്. ഏതായാലും തിരുത്താൻ, തൻ്റെ ഈ പുകവലിയും മദ്യപാനവും ഒക്കെ യുവജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും മാതൃക സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന വേടനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്നത്. സിജു, ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വേടൻ്റെ പരിപാടിക്ക് അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.